ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ത്യൻ എക്കോണമി 7th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 7th ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ, വളർച്ച, അനൗപചാരിക വൽക്കരണം, മറ്റു വിഷയങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ. ഇതാണ് 7th ചാപ്റ്റർ. എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ എക്കോണമി സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്കോണമി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതിൽ ഉള്ള ഗ്രോത്തുകൾ, അതുപോലെ തന്നെ സം പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. പിന്നെ ഇത് അടുത്ത് നമുക്ക് എംപ്ലോയ്മെന്റ്, തൊഴിൽ. എന്താണ് തൊഴിൽ എന്ന് പറഞ്ഞാൽ? വരുമാനം നേടാൻ വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ തൊഴിൽ എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ എ ലിവിങ് ഓർ ഏണിങ് ഇൻകം. വരുമാനം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അല്ലെങ്കിൽ GDP, നിങ്ങൾക്കറിയാം, GDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മൊത്തം ഉൽപ്പാദനം നടക്കുന്നു, എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു, തൊഴിൽ നടക്കുന്നു. അങ്ങനെ ആ തൊഴിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വരുമാനമാണ് നമ്മൾ ദേശീയ വരുമാനമായിട്ട് പറയുന്നത്. അതാണ് എംപ്ലോയ്മെന്റിന്റെ പ്രാധാന്യം. രാജ്യത്തിലെ എംപ്ലോയ്മെന്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ എംപ്ലോയ്മെന്റ് നടക്കുന്ന സമയത്ത് വരുമാനം കൂടുന്നു, GDP അല്ലെങ്കിൽ ദേശീയ വരുമാനമൊക്കെ കൂടുന്നു. ഇനി എംപ്ലോയ്മെന്റ് കുറയുകയാണെങ്കിൽ ദേശീയ വരുമാനം കുറയും. അപ്പൊ അതാണ് എംപ്ലോയ്മെന്റ്, അതിന്റെ പ്രാധാന്യം. ഇനി രാജ്യത്തിന്റെ തൊഴിൽ സ്ഥിതി എങ്ങനെയാണ്, തൊഴിൽ സംബന്ധമായ മറ്റു കാര്യങ്ങൾ, അതിന്റെ ക്വാളിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ, കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത്, അതുപോലെ തന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി, ഏതൊക്കെ തരം തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, അതിലൊന്ന് പറയുന്നത്, ഇന്ത്യയിലെ തൊഴിലാളികൾ നമുക്ക് ഓർഗനൈസ് സെക്ടർ, അൺഓർഗനൈസ് സെക്ടർ എന്ന് തരംതിരിക്കാം. സംഘടിത മേഖലയിലെ തൊഴിലാളികളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും. സാലറീഡ് എംപ്ലോയീസ് ഒക്കെ നമുക്ക് അസംഘടിത മേഖല എന്ന് പറയാം. കൂലിത്തൊഴിൽ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് അസംഘടിത മേഖല എന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സാലറീഡ് എംപ്ലോയീസ്, അവരുടെ അവസ്ഥയൊക്കെ വളരെ ബെറ്ററായ അവസ്ഥയാണ്. എന്നാൽ വേജ് എംപ്ലോയീസ് അല്ലെങ്കിൽ കൂലിക്കാരുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഇനി ഇന്ത്യയുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏകദേശം 93% ആൾക്കാരും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കൂലിത്തൊഴിലാളികളാണ്. 93%. എന്നാൽ 7% മാത്രമാണ് സാലറിഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടർ, സംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ 7% മാത്രമേ ഉള്ളൂ. അതാണ് ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതിയുടെ ഒരു പ്രത്യേകത. അപ്പം ഈ കൂലി തൊഴിലാളികൾ കൂടുതലാണ്. അപ്പം തൊഴിൽ സ്ഥിതി മോശമായിരിക്കും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിലെ തൊഴിലാളികൾ കൂടുതൽ സംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ അവസ്ഥകൾ മെച്ചമായിരിക്കും. എന്നാൽ കൂടുതലും അൺഓർഗനൈസ് സെക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ വേജ് എംപ്ലോയീസ് അല്ലെങ്കിൽ കൂലിക്കാരാണെങ്കിൽ അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പം ഇന്ത്യയിൽ 93% ആൾക്കാർ അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇനി ചിലർക്കൊക്കെ സീസണൽ എംപ്ലോയ്മെന്റ്, ചില കാലത്ത് മാത്രമേ തൊഴിലുള്ളൂ. അത് മറ്റൊരു പ്രത്യേകതയാണ്. സം ഓൺലി സീസണൽ എംപ്ലോയ്മെന്റ്. ചില കാലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം കൃഷിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക, വിളവ് കിട്ടുന്ന സമയം, കൊഴുത്ത സമയം. ഈ മത്സ്യബന്ധനമൊക്കെ ആണെങ്കിൽ ചാകരയുള്ള സമയത്ത്. അപ്പം അങ്ങനെയുള്ള സീസണൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു സീസണൽ എംപ്ലോയ്മെന്റ് ആണ്. ചില സമയത്ത് മാത്രമാണ് എല്ലാവർക്കും തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവുന്നുള്ളൂ. അല്ലാത്ത കുറേ ഭൂരിഭാഗം സമയം തൊഴിലില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി പറയുന്ന സമയത്ത് മറ്റൊന്നാണ് എന്താണ്, സീസണൽ എംപ്ലോയ്മെന്റ് ആണ്, പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ. പിന്നെ അതുപോലെ തന്നെ കൂലി കുറവാന്നുള്ളതാണ് മറ്റൊരു കാര്യം. ലെസ് ദാൻ മിനിമം വേജസ്. ചില മേഖല അൺഓർഗനൈസ് സെക്ടറിലൊക്കെ
മിനിമം വേജ് അല്ലെങ്കിൽ കൂലി വളരെ മിനിമം വേതനം അതിലും കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. ചൈൽഡ് ലേബർ ഇന്ത്യയിൽ ഇപ്പോഴും കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. അത് വളരെയധികം രാജ്യത്തിൻ്റെ ഭാവി, ഈ കുട്ടികളൊക്കെ പഠിച്ച് വളർന്നിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെറ്ററായുള്ളൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യവിഭവം ഉണ്ടാവണമെങ്കിൽ ഈ കുട്ടികളൊക്കെ പഠിച്ച് വളർന്നു വരേണ്ടതാണ്. എന്നാൽ കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന ഒരവസ്ഥ, ചൈൽഡ് ലേബർ എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ സാലറിഡ് എംപ്ലോയീസ് ഉണ്ട് ഇന്ത്യയിൽ. അവരുടെ അവസ്ഥയൊക്കെ വളരെ ബെറ്ററാണ്. കൂലി തൊഴിലാളികളെക്കാളൊക്കെ വളരെയധികം ബെറ്ററാണ് ഈ സാലറിഡ് എംപ്ലോയീസ്. ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾ, അവർക്ക് പെൻഷൻ ഉണ്ട്, മറ്റ് പല ആനുകൂല്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏകദേശം 40 കോടി തൊഴിലാളികളുണ്ട് ഇന്ത്യയിൽ. ഏകദേശം 40 കോടി, മൊത്തം ജനസംഖ്യയുടെ 40% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 40 കോടി തൊഴിൽ വർക്ക് ഫോഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. 40 കോടി, അതിൽ 75% ഗ്രാമങ്ങളിലുള്ളവരാണ്. തൊഴിലാളികളിൽ 75% ഗ്രാമങ്ങളിലുള്ളവരാണ്. അപ്പം മൊത്തം 40 കോടിയാണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ. ഇനി മൊത്തം തൊഴിലാളികൾ നോക്കുകയാണെങ്കിൽ 70% പുരുഷന്മാരാണ്, 30% മാത്രമാണ് സ്ത്രീകളുള്ളത്. തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് വരുന്നത് കുറയാൻ കാരണം? അതിലൊന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം കുറവാണ്, സാക്ഷരത കുറവാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ജോലിക്ക് വിടുന്നതിൽ വലിയൊരു താല്പര്യം കാണിക്കുന്നതാണ് മറ്റും. അതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ബൈ വിമൺ ഈസ് വെരി ലോ. ഏകദേശം 70% പുരുഷന്മാരാണ് തൊഴിലാളികൾ, 30% സ്ത്രീകൾ തൊഴിലാളികളായിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി, ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലിൻ്റെ പ്രത്യേകത. ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ പ്രത്യേകതകളാണ് ഇത്രയും പറഞ്ഞത്, ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരു ആശയമാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇതൊരു രാജ്യത്തിലെ തൊഴിലാളികൾ എത്ര ഉണ്ട്, മൊത്തം ജനസംഖ്യയിൽ എത്ര തൊഴിലാളികൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇതൊരു പകുതി 50% വേണ്ടതാണ് ശരിക്കും. ഒരു 50% തൊഴിലാളികളുണ്ടെങ്കിൽ ആ രാജ്യമൊക്കെ ബെറ്ററായ വരുമാനമുള്ള ഒരു രാജ്യമായി. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, ഈ റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു അനുപാതം, തൊഴിൽ ജനസംഖ്യ അനുപാതം എന്ന് പറയുന്നത് എക്സാമിനൊക്കെ ചോദ്യം വരുന്നതാണ്. മൊത്തം ജനങ്ങളിൽ എത്ര തൊഴിലാളികളുണ്ട് ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. മൊത്തം വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. മൊത്തം ജനസംഖ്യയിൽ എത്ര തൊഴിലാളികളുണ്ട് എന്ന് പറയുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് 2000-ലെയൊക്കെ കണക്ക് പറയുന്നത് ഏകദേശം 38.6%. ഏകദേശം ഒരു 39% ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്തം അല്ലെങ്കിൽ തൊഴിലാളികളുള്ളത് മൊത്തം ജനസംഖ്യയിൽ 39% മാത്രമാണ്. അതിൽ പുരുഷന്മാർ 54%, സ്ത്രീകൾ 22%. സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്, നമുക്കറിയാം. തൊഴിൽ പങ്കാളിത്തം വളരെ കുറവാണ്. 54% പുരുഷന്മാരും തൊഴിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ത്രീകളിൽ 22% പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നുള്ളവരുള്ളൂ. ഈ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാനുള്ള കാരണങ്ങൾ ഒക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സാക്ഷരതയും വിദ്യാഭ്യാസമൊക്കെ ആ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും. സ്ത്രീകൾ സാക്ഷരതയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൊക്കെ കുറവാണ്. അതിനനുസരിച്ച് തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകൾ വരുന്നത് കുറവാണ്. പിന്നെ വീട്ടമ്മമാരായിരിക്കാണ് സ്ത്രീകൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്, ഹൗസ് വൈഫ്സ്. അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെ ഒരു വീട്ടമ്മയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇന്ത്യയിലൊക്കെ. അതാണ് തൊഴിൽ പങ്കാളിത്തം, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാനുള്ള കാരണം. ഇനി ഇതിൽ വേറെ നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്. ഒരു രാജ്യത്തിലെ തൊഴിലാളികളെ നമുക്ക് തരംതിരിച്ച് പറയാം. ഒരു രാജ്യത്തിലെ തൊഴിലാളികളെ പ്രധാനമായിട്ട് 3 തരംതിരിക്കാം. അതിലൊന്ന് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്, വേറൊന്ന് കാഷ്വൽ വേജ് ലേബറേഴ്സ് എന്ന് പറയുന്നത്, വേറൊന്ന് സാലറീഡ് എംപ്ലോയീസ് എന്നാണ്. അങ്ങനെ 3 വിഭാഗമാക്കി ഒരു രാജ്യത്തിലെ തൊഴിലാളികളെ തരംതിരിക്കാൻ പറ്റും. ഇങ്ങനെ തരംതിരിക്കുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൽ സാലറി എംപ്ലോയീസ് കൂടുകയാണെങ്കിൽ
തൊഴിൽ സാഹചര്യം വളരെ ബെറ്ററായി എന്നുള്ളതാണ്. സാലറീഡ് എംപ്ലോയീസിൻ്റെ അവസ്ഥ വളരെ ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് സാലറീഡ് എംപ്ലോയീസ് കൂടുകയാണ് വേണ്ടത് രാജ്യത്തിൽ. അപ്പോൾ രാജ്യത്തിലെ തൊഴിലാളികളെ നമുക്ക് തരംതിരിക്കാം എങ്ങനെയൊക്കെ. ഒന്ന് സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ, സെൽഫ് എംപ്ലോയിഡ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ, സ്വന്തമായി സംരംഭങ്ങളൊക്കെ തുടങ്ങി സ്വന്തമായി മറ്റൊരു സ്ഥാപനത്തിൻ്റെ കീഴിലല്ലാതെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വക്കീലന്മാർ, ഇങ്ങനെ ചില സ്വയം സംരംഭകർ, സെൽഫ് എംപ്ലോയീസ്. അതുപോലെ തന്നെ കാഷ്വൽ വേജ് ലേബറേഴ്സ്, തൊഴിലാളികൾ, കൂലി തൊഴിലാളികളുണ്ട്. അതാണ് വേറൊരു വിഭാഗം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വിഭാഗം റെഗുലർ സാലറീഡാണ്, സാലറി കിട്ടുന്നവർ, മാസത്തിൽ സാലറി കിട്ടുന്നവർ ഒരു വിഭാഗം, സാലറീഡ് എംപ്ലോയീസ്. അതിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് 52%. ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയിഡ് 52% ഉണ്ട്. മൊത്തം തൊഴിലാളികൾ 82% ആൾക്കാരും സെൽഫ് എംപ്ലോയിഡ് ആണ്. കൂലിക്കാർ 30%, വേജ് എംപ്ലോയീസ്, വേജ് ലേബറേഴ്സ് 30%, റെഗുലർ സാലറീഡ് പീപ്പിൾ 18%, വളരെ കുറവാണ്. അപ്പോൾ ഈ സാലറീഡ് എംപ്ലോയീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് തൊഴിലാളികൾ, രാജ്യത്തിലെ തൊഴിലാളികളുടെ വിഭജനം, ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയ്മെൻറ്റ് ഇൻ എക്കോണമി. ഓക്കെ, അപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് എന്താണ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്, വരുമാനം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ വരുമാനം നേടാനുള്ള പ്രവർത്തനം. വേറൊന്ന് ഇന്ത്യയിലെ എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതാണ് മറ്റൊന്ന് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്നുള്ളൊരു ആശയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്, രാജ്യത്തിലെ തൊഴിലാളികളെ തരംതിരിക്കുക, അങ്ങനെയൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് ലേബറേഴ്സ്, ദെൻ റെഗുലർ സാലറി എംപ്ലോയീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 7th ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തത്. 7th ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്.